കാരണം ഒരു മനുഷ്യന്റെ വയറ് നിറയുമ്പോഴാണ് വേണ്ടാത്ത ചിന്തകൾ അവരിലേക്ക് കടന്നു വരുന്നത്. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മാമിൻ വിആഇൻ നബ്ഗളു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള പാത്രം ഏതെന്നറിയോ? അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള പാത്രം ഏതാണെന്നറിയോ? ഒരാളുടെ നിറഞ്ഞ വയറാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ഹലാലായ ഭക്ഷണം കഴിച്ച്, ഹറാമല്ല, ഹറാമിനെ കുറിച്ചല്ല പറയുന്നത്, ഹലാലായ ത്വയ്യിബായ ഭക്ഷണം കഴിച്ച് ഒരാളുടെ വയറ് നിറഞ്ഞാൽ ആ വയറ് അള്ളാഹുവിന് കോപമുള്ള വയറാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹലാല് പോലും വയറ് നിറയെ തിന്നരുത് എന്ന് പഠിപ്പിച്ച മതമാണിത്. ഹലാല് പോലും വയറ് നിറയെ തിന്നരുത്. ഹറാമ് ലവലേശം പോലും പാടില്ല. ഹറാമ് പോലും ലവലേശം, ഹലാല് പോലും ലവലേശം നിങ്ങളുടെ വയറ് നിറയെ തിന്നരുത് എന്ന് പഠിപ്പിച്ച മതമാണിത്. അങ്ങനെ വയറ് നിറയുമ്പോഴാണ് ലൈംഗികമായ താല്പര്യങ്ങളും അവരുടെ ദേഹേച്ഛകളുടെ അടിമകളായി ഒരാൾ മാറുന്നത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നബി തങ്ങൾ പറഞ്ഞു, ലോകാവസാനം നമ്മളിലേക്ക് കടന്നു വരുമ്പോ മനുഷ്യന് രണ്ട് ചിന്തകളാണ് ഉണ്ടാവുക. ഒന്ന് വയറ് നിറക്കുക, രണ്ട് ലൈംഗിക താല്പര്യങ്ങൾ പൂർത്തീകരിക്കുക. ഇതല്ലാതെ മൂന്നാമതൊരു താല്പര്യം മനുഷ്യനുണ്ടാവില്ല. തിന്നുക, രുചിക്കുക, ഭോഗിക്കുക എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത് നമ്മൾ കാണുന്നുണ്ട്. ചുറ്റുഭാഗങ്ങളിലുള്ള ഏത് ഹോട്ടലുകളിൽ പോയാലും, ഏത് ഫുഡ് കോർട്ടുകളിൽ പോയാലും അവിടെ നിറഞ്ഞു കവിയുന്ന രംഗങ്ങൾ നമ്മൾക്ക് കാണാം.